ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ക്ഷീരോത്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനായുള്ള ഊർജിത ശ്രമത്തിലാണ് സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ്. ആശംസകൾ നേർന്ന് ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ. എറണാകുളത്ത് NCC സംസ്ഥാന ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള തമിഴ്നാട് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ നീതി ആയോഗ് ആസ്ഥാനത്ത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 2025-26 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി ഫെബ്രുവരി 1 ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 14 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 7 വിഭാഗങ്ങളിലായി അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികളാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി തുടങ്ങിയവർ സംബന്ധിക്കും. ചടങ്ങിൽ സുപോഷിത് പഞ്ചായത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. കോവിഡ് പോലുള്ള പ്രതിസന്ധികൾക്കിടയിലും ക്ഷീര ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനായുള്ള ഊർജിത ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ട് സ്ഥാപിച്ച മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ക്ഷീരമേഖലയുടെ ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ആവശ്യമായ പാലിന്റെ 80% സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. കേരളത്തിലും പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി നടക്കുന്ന പ്രത്യേക പാതിര കുർബാനയോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുക. 2024 വിട പറയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുതുവത്സരാഘോഷങ്ങൾക്കും തുടക്കമാവുകയാണ്. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി തിരുവനന്തപുരം നഗരം. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് അർദ്ധരാത്രിയും നാളെ രാവിലെയുമായി പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടക്കും. നഗരത്തിലെ വിപണികളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി തിരുവനന്തപുരം നഗരം ദീപാലങ്കൃതമായി കഴിഞ്ഞു. കൺസ്യൂമർ ഫെഡ് സഹകരണ ക്രിസ്മസ് പുതുവത്സര വിപണിക്ക് തുടക്കമായി. ചാല, പാളയം തുടങ്ങിയ മാർക്കറ്റുകളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേക്ക് വിപണികളിലെല്ലാം കച്ചവടം തകൃതിയായി നടക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിനും നാളെ കനകക്കുന്നിൽ തുടക്കമാകും. മന്ത്രി PA മുഹമ്മദ് റിയാസ് വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 വരെ ലൈറ്റ് ഷോയും വിപുലമായ പുഷ്പോത്സവവുമാണ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം ഉൾക്കൊള്ളാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് എന്ന് ഗവർണർ പറഞ്ഞു. മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന വിശ്വമാനവികതയാണ് കേരളത്തിന്റെ കരുത്തെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തിന് ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതെന്ന് സ്പീക്കർ പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ക്ഷേമമാക്കാൻ പടക്ക വിപണിയും സജീവമായി. ഏറ്റവും അധികം പടക്കങ്ങളും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ വിറ്റഴിക്കപ്പെടുന്ന സമയമാണ് ക്രിസ്മസ് പുതുവത്സരക്കാലം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്രിസ്തുമസ് പുതുവർഷ ആഘോഷങ്ങൾ തൊട്ടടുത്തെത്തിയതോടെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പടക്ക വിപണിയും ഉഷാറാണ്. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് ചക്രങ്ങൾ, ചൈനപ്പെട്ടി ഇവയ്ക്കൊക്കെ തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ. ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കേക്കുകളുടെ മധുരത്തിനൊപ്പം പടക്കങ്ങളും പൂത്തിരികളും കമ്പിത്തിരികളും ഒക്കെ തീർക്കുന്ന ശബ്ദവർണ്ണ വെളിച്ചം കൂടിയാകുമ്പോഴേ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം പൂർണ്ണമാവുകയുള്ളൂ. ക്രിസ്മസ് പ്രമാണിച്ച് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റേറിയം, ചാലക്കുടി റീജിയണൽ സയൻസ് സെന്റർ എന്നിവ നാളെ തുറക്കില്ല. വ്യാഴാഴ്ച മുതൽ ഈ മാസം 29 വരെ വൈകിട്ട് 7 മുതൽ 8 വരെ വാന നിരീക്ഷണത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മണ്ഡലപൂജയ്ക്ക് 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാളെ പമ്പയിലെത്തും. മറ്റന്നാൾ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. അതിനിടെ ശബരിമല നട ഇന്ന് അടയ്ക്കുമെന്ന വ്യാജ പ്രചാരണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൈബർ പോലീസിന് പരാതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മട്ടന്നൂരിൽ മറ്റന്നാൾ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. നിർമ്മാണ അനുമതി ലഭിച്ച 189 സ്മാർട്ട് അങ്കണവാടികളിൽ 117 എണ്ണമാണ് യാഥാർത്ഥ്യമായത്. ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. NCC സംസ്ഥാന ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയെപ്പറ്റി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. തൃക്കാക്കര KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ ഇന്നലെയാണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തത്. ഉപഭോക്തൃ പരാതി പരിഹാര സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ദേശീയ ഉപഭോക്തൃ ദിനാചരണ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ വിൽപ്പനയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും കാലഘട്ടത്തിൽ ഉപഭോക്തൃ സേവന തർക്കപരിഹാര സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. ഇതിനായി തർക്കപരിഹാര സേവനങ്ങൾ ഘട്ടം ഘട്ടമായി ഓൺലൈനായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗികൾക്ക് നൽകുന്ന മരുന്നുകളുടെ രക്തത്തിലേക്കുള്ള സഞ്ചാര നിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും നിരീക്ഷിക്കാനുമുള്ള പുതിയ സംവിധാനം തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ സജ്ജമായി. ഡിസ്കുമായി സഹകരിച്ച് ഡ്രിപ്പോ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ വികസിപ്പിച്ച പോർട്ടബിൾ കണക്റ്റഡ് ഇൻഫ്യൂഷൻ മോണിറ്ററാണ് ഡ്രിപ്പോ സംവിധാനം. ഡ്രിപ്പ് വഴി മരുന്ന് നൽകുമ്പോൾ കൃത്യമായ അളവിലുള്ള മരുന്നുതുള്ളികൾ രക്തത്തിലേക്ക് നൽകേണ്ടതുണ്ട്. ഡ്രിപ്പോ സംവിധാനം മുഖേന രോഗികളുടെ രക്തത്തിലെ മരുന്നുകളുടെ സഞ്ചാര നിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും നിരീക്ഷിക്കാനും സഹായിക്കും. കൂടാതെ രോഗിയുടെ ശരീരത്തിൽ മരുന്ന് വിതരണം ശരിയായ അളവിൽ നടത്തുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. മറ്റന്നാൾ ക്യാൻസർ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഡ്രിപ്പോ ഉപയോഗിച്ചുള്ള വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം MCCക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. സംസ്ഥാനത്തെ 4 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 3 ആശുപത്രികൾക്ക് പുതുതായി അംഗീകാരവും 1 ആശുപത്രിക്ക് പുനഃ അംഗീകാരവുമാണ് ലഭിച്ചത്. പാലക്കാട് ആനക്കട്ടി, പാലക്കാട് ഷോളയൂർ, വയനാട് വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് പുതുതായി അംഗീകാരം നേടിയത്. കാസർഗോഡ് നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് വീണ്ടും അംഗീകാരം ലഭിച്ചത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ അവസാന റൌണ്ടിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായ കേരളം ഡൽഹിക്കെതിരായ ജയത്തോടെ ക്വാർട്ടർ ഉറപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച കശ്മീരിനെതിരെയാണ് ക്വാർട്ടർ മത്സരം. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ ഡാമിന്റെ സോയിസ് വാൾവ് തുറക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. പെരിയാർ, മുതിരപ്പുഴയാർ പുഴകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ക്ഷീരോത്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനായുള്ള ഊർജിത ശ്രമത്തിലാണ് സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ്. ആശംസകൾ നേർന്ന് ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ. എറണാകുളം NCC സംസ്ഥാന ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള തമിഴ്നാട് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.